തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ഗുരുതര ആരോപണത്തിന് പിന്നാലെ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കാൻ വെബ്സൈറ്റ് തുറന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വോട്ട് ചോരി എന്ന പേരിലാണ് പുതിയ വെബ്സൈറ്റിലൂടെ പിന്തുണ നൽകാൻ രാഹുൽ ഗാന്ധി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അജീഷ് ജയകുമാർ ഡൽഹിയിൽ ചെയ്യുന്നു. അജീഷ്, വോട്ട് ചോരിയിലൂടെ ഒരു വലിയ ക്രമക്കേടാണ് അക്കമിട്ട് രാഹുൽ ഗാന്ധി നിരത്തിയത്. ഇതിനൊരു പൊതു സ്വഭാവം കൈവരിക്കാൻ, കൂടുതൽ പേർക്ക് ഇതിൽ പങ്കാളികളാവാൻ, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാൻ വെബ്സൈറ്റുമായി രംഗത്തെത്തുന്നു. രാഹുൽ ഗാന്ധി വിടാതെ പിടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയെയും. വിവരങ്ങൾ സുഹേൽ, അങ്ങനെ തന്നെയാണ് ഈ സംഭവം. അത് രാഹുൽ ഗാന്ധി വിടാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് അനുകൂലമാകാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വോട്ടുകൊള്ള നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വെബ്സൈറ്റ് കോൺഗ്രസ് തുറന്നിട്ടുള്ളത്. വെബ്സൈറ്റിന് ലിങ്കാണ് അദ്ദേഹം എക്സ് പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കാനും അതേപോലെ തന്നെ പരാതികൾ അറിയിക്കാനും പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പോസ്റ്റ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കൂടാതെ അന്ന് ആ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രസക്ത ഭാഗങ്ങളും ഈ പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന ജനാധിപത്യ മൂല്യത്തിനെതിരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനമെന്നും രാഹുൽ ഗാന്ധി എക്സ് പോസ്റ്റിൽ പറയുന്നുണ്ട്. വോട്ട് കൊള്ളയുടെ അനുഭവങ്ങൾ ജനങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ പങ്കുവയ്ക്കാം. ഇതിനോടകം തന്നെ വലിയ പിന്തുണയാണ് ഈ വെബ്സൈറ്റിന് ലഭിച്ചിട്ടുള്ളത്. നിരവധി ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ഒപ്പം തന്നെ അവരുടെ ഈ വോട്ട് ചോരി എന്ന വാർത്താ സമ്മേളനം ഈ കോൺഗ്രസ് പുറത്തുവിട്ട ഈ സംഭവത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളും അതിന്റെ പിന്തുണയും അവർ അറിയിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നാളെ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് വലിയൊരു മാർച്ച് നടത്തുന്നുണ്ട്. നേരത്തെ ഈ കർണാടകയിലും കഴിഞ്ഞ ദിവസം വലിയൊരു പ്രതിഷേധ മാർച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ത്യ സഖ്യം ഒന്നായിട്ട്, അവരുടെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നായിട്ട് നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. നേരത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ഇന്ത്യ സഖ്യം നേതാക്കൾ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ വലിയൊരു ഭിന്നത രൂപപ്പെട്ടിരുന്നു. അതിനുശേഷം വലിയ രീതിയിൽ ചർച്ചയൊന്നും നടന്നിരുന്നില്ല. പിന്നീട് ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട്, വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾ, അതിനുശേഷം അവർ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ വീണ്ടും കൂടിയിരുന്നു. അന്ന് ഒരു അത്താഴ വിരുന്നൊക്കെ ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നാളെ ഖർഗെയുടെ വീട്ടിലും, ACC അധ്യക്ഷൻ ഖർഗെയുടെ വീട്ടിലും ഒരു അത്താഴ വിരുന്ന് ഒരുക്കുന്നുണ്ട്. ഈ പ്രതിഷേധത്തിന് ശേഷമായിരിക്കും വൈകിട്ട് 4:30 ഈ അത്താഴ വിരുന്ന് നടത്തുക. നേരത്തെ തന്നെ KC വേണുഗോപാൽ ഇക്കാര്യം സൂചിപ്പിച്ചതുമായിരുന്നു. എന്തായാലും ഇന്ത്യ സഖ്യം വീണ്ടും ഒന്നിച്ച് BJPക്കെതിരെ പോരാടാൻ ഇറങ്ങുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമായിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ജനങ്ങളുടെ അനുഭവങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ, അവരുടെ പിന്തുണ കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കോൺഗ്രസ് തുറന്നിട്ടുള്ളത്. അജീഷ, ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അല്പം ഐക്യം പിന്നോട്ട് പോയി ഇന്ത്യ സഖ്യം വീണ്ടും ഈ വിഷയത്തിൽ ഒന്നിക്കുകയാണ്, പഴയ ഐക്യത്തിലേക്ക് വരികയാണ്. വലിയ പ്രതിഷേധങ്ങൾ BJP കാണാനിരിക്കുന്നു. അതിനപ്പുറത്തേക്കൊരു നിയമ നടപടി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നിലവിൽ? ഈ പറഞ്ഞതുപോലെ അക്കമിട്ട് മഹാദേവപുരത്തെ ആ ഒരു പ്രത്യേക പ്രിസൈസ് മണ്ഡലമടക്കം എടുത്തുകൊണ്ട് കൃത്യമായ വിവരങ്ങളാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിവരങ്ങൾ അനുസരിച്ച് തന്നെ രാഹുൽ ഗാന്ധി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ നടപടികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നിയമ നടപടിയും സമാനമായ ട്രാക്കിൽ കൊണ്ടുപോകേണ്ടതില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? നിലവിൽ ഈ ഘട്ടത്തിൽ നിയമ നടപടി, അതായത് കോടതിയിൽ ഇതുവരെയ്ക്കും കേസുകളൊന്നും കോൺഗ്രസ് നൽകിയിട്ടില്ല. പക്ഷേ ഈ കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ ആവശ്യപ്പെട്ടത് പ്രകാരം ഈ അന്വേഷണം നടത്തുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയായിരിക്കും കർണാടകയിലെ സെൻട്രൽ ബംഗളൂരു ലോക്സഭാ സീറ്റിലെ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾ, ആ തെളിവിനെ കുറിച്ച് അന്വേഷിക്കുക. അത് ഈ വാർത്താ സമ്മേളനം നടത്തി തൊട്ട് പിന്നാലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടതാണ്. അവരുടെ ഒരു നോട്ടീസും രാഹുൽ ഗാന്ധിക്ക് അയച്ചിരുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി തന്നെ നിങ്ങൾ അന്വേഷിച്ചോളൂ എന്ന് പറയുകയും ചെയ്തു. എന്തായാലും അതിനുശേഷം ഇപ്പോൾ കർണാടക സർക്കാരും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അല്ലെങ്കിൽ ഈ ഒരു മണ്ഡലത്തിലെ മാത്രം ഈ വോട്ട് കൊള്ള അതിനെക്കുറിച്ചിട്ട് പ്രത്യേകമായി അന്വേഷിക്കുമെന്നും പ്രഖ്യാപിച്ചു. അതിനപ്പുറം ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഇടപെടലൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അന്ന് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ഈ കർണാടക CEO അയച്ച ഒരു നോട്ടീസ് പങ്കുവെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷന് നൽകൂ, അല്ലാത്ത പക്ഷം അത് മാപ്പ് പറഞ്ഞ് പിൻവാങ്ങൂ എന്നുള്ള ഒരു പോസ്റ്റ് മാത്രമായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് ഇട്ടത്. പക്ഷെ അതിനപ്പുറം ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു നടപടിയോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ അന്വേഷണം പൂർത്തീകരിക്കട്ടെ, അതിനുശേഷം നിയമ നടപടിയുമായി പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അല്ലാത്ത പക്ഷം രാഷ്ട്രീയമായി തന്നെ ഇതിനെ നേരിടാനാണ് നിലവിൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വോട്ടുകൊള്ള നടന്നിട്ടുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി തന്നെ എല്ലാ സ്ഥലങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തെളിവുണ്ടോ എന്നൊരു ചോദ്യമല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് മറ്റു പ്രതികരണങ്ങളില്ല. കാര്യമായ പ്രതികരണങ്ങൾ BJPയും നടത്തിയിട്ടില്ല. പ്രതിഷേധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. ഇതിന് പൊതുജനങ്ങളുടെ പിന്തുണ കൂടി തേടുകയാണ് രാഹുൽ ഗാന്ധി.